Welcome to Flavors of Thailand. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്ന നൈറ്റ് മാർക്കറ്റാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോക്കനട്ട് ജെല്ലി, ബ്യൂട്ടിഫുൾ കുക്കീസ്, ഇതെല്ലാം ഹോം മെയ്ഡ് കോക്കനട്ട് ജെല്ലി. ഹൗ യു മേക്ക് ദിസ്? My sister and my mother made. ആഹാ, My mom. വെരി ക്യൂട്ട്. ഇത് ജെല്ലിയാണെന്നാ പറയുന്നത്, കോക്കനട്ട് ജെല്ലി. എന്ത് ഭംഗി നോക്കൂ, ഓരോ ഫിഗേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സോ നൈസ്, ബ്യൂട്ടിഫുൾ. ഇതതിൻ്റെ വലുത് റെയിൻബോ മാതിരി കളേഴ്സ് ജെല്ലി. ഇതെങ്ങനെ ജെല്ലി ഈ രീതിയിൽ മോൾഡിലാക്കി എടുക്കുന്നത് എനിക്ക് ഒരു ഐഡിയ ഇല്ല. ചിലപ്പോൾ അങ്ങനത്തെ മോൾഡ് ഉണ്ടാകും, അതിനകത്ത് ഒഴിച്ച് വെച്ച് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ കണ്ണും മൂക്കൊക്കെ വരയ്ക്കുന്നതായിരിക്കാം. എന്തായാലും അതിഭംഗിയുള്ളൊരു കാഴ്ചയാണിത്. ഇവരുടെ ബ്രൗണീസാണ് ഇവിടെ, അത് ഹോം മെയ്ഡാണ്. വാൾനട്ട് ടോപ്പിംഗ് അല്ലെങ്കിൽ കാഷ്യൂ ടോപ്പിംഗ്. ഇത് വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണീസ്. നല്ല ഭംഗിയുണ്ട്. എന്തായാലും ഒരു വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണി വാങ്ങാം. എല്ലാം ഹോം മെയ്ഡാണ്. വൈറ്റ് ചോക്ലേറ്റ് ബ്രൗണീസും വാങ്ങി. ഇപ്പോഴത്തെ സ്റ്റോളിൽ ഫുൾ ഫ്രൂട്ട്സ് ആണ്. റംബുട്ടാൻ, മാംഗോസ്റ്റീൻ, ഗ്രേപ്സ്, കസ്റ്റേർഡ് ആപ്പിൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങളെല്ലാം നല്ല ഫ്രഷ് ഫ്രൂട്ട്സ്. അത്രയും ആഹാരങ്ങളുടെ കലവറയാണിത്. ഇവിടെ നല്ല ഫ്രഷായിട്ട് ബർഗേഴ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഫിഷ് ബർഗറുണ്ട്, ബീഫ് ബർഗറുണ്ട്, ചിക്കൻ ബർഗറുണ്ട്, ഷ്രിംപ് ബർഗറുണ്ട്. അപ്പം നമുക്കൊരു 1 ഫിഷ് ബർഗർ. എല്ലാം പാറ്റീസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു ബൺ ഇങ്ങനെ ചൂടാക്കും, ബട്ടർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കുന്ന ഒരു ലെറ്റ്യൂസ്, അതിൻ്റെ മേളിലൊരു പാറ്റീസ് വയ്ക്കും. ഒരു പീസ് ഓഫ് ടൊമാറ്റോ, സ്മോൾ പീസ്, ഒരു കുക്കുംബർ, വെള്ളരിക്ക, പിന്നെ കുറച്ച് ചെറിയൊരു പീസ് ഉള്ളി, പിന്നെ കുറച്ചൊരു ക്യാബേജ്, കുറച്ച് സോസ്, കുറച്ച് മയണീസ്, വീണ്ടും കുറച്ച് സോസ്, ഒന്ന് ചില്ലി സോസ്, മയണീസ്, ടൊമാറ്റോ കെച്ചപ്പ്, 3 കാര്യങ്ങൾ. എന്നിട്ട് വീണ്ടും ഒരു ബ്രെഡിൻ്റെ ബൺ പീസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നു. എന്ത് രസമായിട്ട് ബർഗർ ഉണ്ടാക്കുന്നത് നോക്കും. ഒരു കോംപ്ലിക്കേഷനും ഇല്ല, ഒരു പാടുമില്ല. 2 എണ്ണം പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുത്തു. അപ്പോൾ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു തവയിൽ ഇതിൻ്റെ പാറ്റീസ് ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നു. അതിനോടൊപ്പം ബാക്കി സോസസ്, മയണീസ്, ചില്ലി സോസ് ആൻഡ് ടൊമാറ്റോ കെച്ചപ്പ്, അതാണ് കൂടുതലായിട്ട് ചേർത്ത്. ബാക്കിയെല്ലാം കുറച്ച് വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടുണ്ട്. വില 40 എന്നാണ്. യെസ്, 1 ഫിഷ് ബർഗർ. ഇവിടെ ഫ്രൈഡ് സീ ഫുഡ്, ഫിഷ് ആൻഡ് കറി എല്ലാം ഉണ്ട്. ഇവിടെ നോക്കാം. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെയാണ്. ഇവിടെ നോക്ക്, കാടമുട്ടയാണെന്ന് തോന്നുന്നു, ബേർഡിൻ്റെ എഗ്ഗാന്ന് പറയുള്ളൂ. ഇതേ നോക്ക്, ചെറിയ രീതിയിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുന്നു. നമ്മുടെ കാടമുട്ട തന്നെ ആവാനാണ് സാധ്യത. പിന്നെ അല്ലാണ്ട് ഇവിടെ ഫ്രൈഡ് സീ ഫുഡ് പോലെ ഇങ്ങനെ ഈ മാവിൻ്റെ മേളിൽ ഷ്രിംസ്, കണവ, പിന്നെന്താ കല്ലുമ്മക്കായ എല്ലാം ഇങ്ങനെ വെച്ചിട്ട് മുട്ട വെച്ചിട്ട് ഇങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പക്കാര പോലെയുള്ള കാര്യത്തിൽ ഇങ്ങനെ ചുട്ടെടുക്കുന്നു. എന്നിട്ട് അതിങ്ങനെ വിൽക്കുന്നു. 30 ബാറ്റ്, ഇത് 20 ബാറ്റ്.
എന്ത് ഇൻട്രസ്റ്റിംഗ് അല്ലേ, 3, 4, 8 കാടമുട്ടയും കൂടി ചേർത്ത് 20 ബാറ്റേ ഉള്ളൂ. ഭയങ്കര ലാഭമാണ്, 40 രൂപ, ഭയങ്കര ലാഭമല്ലേ. ബേർഡിൻ്റെ മുട്ടയെന്ന് പറഞ്ഞാൽ ഞാൻ കാടാന്നാണ് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നത്, വേറെ വല്ല ബേർഡിൻ്റെ ആണോ എന്ന് അറിയത്തില്ല. എന്തായാലും ഇത് ഫ്രൈഡ് സീ ഫുഡ് എന്നാണ് ഈ ഒരു കൗണ്ടറിന് പറയുന്നത്. ഇത് കുഴിപ്പന്നിയാരം പോലെയാണ് ചെയ്യുന്നത്, ചെട്ടിനാടുകാരുടെ കുഴിപ്പന്നിയാരം പോലെ. എഗ്ഗൊക്കെ വെച്ചൊരു ബാറ്റർ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ കുഴിയിലൊഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ സീ ഫുഡ് വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് ചുട്ടെടുക്കും. ഒരു ഫുഡ് പാരഡൈസിലൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തെല്ലാം വെറൈറ്റീസാണ് നോക്കും. ഇവിടെ നോക്കൂ, നൊങ്ക് വെച്ചിട്ടുണ്ട്. നൊങ്കിൻ്റെ ജ്യൂസാണിത്, 10 baht. അതിൻ്റെ പീസസ് അകത്തിട്ടിട്ടുണ്ട്. ഒരെണ്ണം മേടിക്കാം. നല്ലതാ. കംപ്ലീറ്റ് റൈസ് ക്രാക്കേഴ്സാണ്, നമ്മുടെ പൊരി പോലെയുള്ള. ട്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ്. കോക്കനട്ടിൻ്റെ ഒരു കാരമൽ പോലൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ടോപ്പിംഗ് 50 baht വാങ്ങിക്കാം അല്ലേ, നല്ലതാണ്, നൈസ്. പിന്നെ റൈസ് ക്രാക്കർ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ പാക്ഡ് ഫുഡാണ്. 40 bahtന് സ്റ്റർ ഫ്രൈ തായ് നൂഡിൽസ്, ഭയങ്കര കോമ്പിനേഷൻ. ഡക്കിൻ്റെ എഗ്ഗുമായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, പുഴുങ്ങിയ മുട്ടയായിട്ട്. കുറേ കോമ്പിനേഷൻസ്, നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതെല്ലാം പോക്കിൻ്റെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വിഭവങ്ങളാണ്. നൂഡിൽസ് അവരിങ്ങനെ പാക്കായിട്ട് വെച്ചിരിക്കുകയാണ്. അത് താറാവിൻ്റെ മുട്ടയാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്, നല്ല കളർഫുള്ളായിട്ടിരിക്കുന്നത്. ഇവിടെ പൊട്ടറ്റോ ക്രിസ്പി പൊട്ടറ്റോ അതെ വറുത്തത് ഈ ഫോമിലാക്കിയത് ബൗളിലും ഉണ്ട്. എൻ്റെ കൈ നിറച്ച് സാധനങ്ങളാണ്. ഇവിടെയും ഫുഡ് ഇങ്ങനെ പാക്ഡായിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഫ്രൈഡ് റൈസ് വിത്ത് ബേസിൽ, റോസ്റ്റ് ചിക്കൻ ഫ്രൈഡ് റൈസ്, ചൂച്ചി ഫ്രൈഡ് സ്നാപ്പ്. അതേ നോക്കൂ, ധാരാളം ഷ്രിംപ് ഫ്രൈഡ് റൈസ്, പിന്നെന്താ റൈസും ക്രാബും ചിക്കനും കൂടിയുള്ള ഒരു കോമ്പിനേഷനുണ്ട്. ഇതെല്ലാം 40 baht. ഇത് ഭക്ഷണം കഴിക്കാൻ നമുക്കൊരു ഫുൾ മീലാണിത്. ഇവിടെ സ്വീറ്റ് പൊട്ടറ്റോ ബോൾസാണ്. ഇത് കുറേ എണ്ണം കിട്ടും, 20. നല്ലതാ. അവരെല്ലാം എന്നെ നോക്കി ചിരിക്കുക. എത്ര സാധനങ്ങൾ കഴിച്ച് നടക്കുന്നു. നൈസ്, ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്താ, ഇവിടെ നോക്കൂ, സോയാബീൻ പേസ്റ്റിലുണ്ടാക്കുന്ന ക്യൂട്ട് ഫാൻസി സാധനങ്ങൾ. ജാമ്പക്കയുടെ ആകൃതി, ഓറഞ്ച് ഷേപ്പ്, തണ്ണിമത്തൻ്റെ ഷേപ്പ്, ക്യാരറ്റ്, ഫിഷ്, സ്ട്രോബെറി, ബ്യൂട്ടിഫുൾ. തായ്ലാൻഡിലെ ഒരു നിത്യ കാഴ്ചകളൊന്നാണ് ഈ ചിക്കൻ്റെ പല പല ഭാഗങ്ങൾ. ലിവർ, അതിൻ്റെ പിന്നെ എന്താ പറയുക, അതിൻ്റെ കിഡ്നി, മാങ്ങാണ്ടി പറയില്ല അത്, പിന്നെ ചിക്കൻ്റെ കാല്, വിരൽ കണ്ടില്ലേ വേവിച്ചിട്ടിരിക്കുന്നത്, ഫ്രൈ ചെയ്ത്. നമ്മളാണെങ്കിൽ അതൊന്നും ഉപയോഗിക്കില്ല, പക്ഷേ ഇവിടെ അതെല്ലാം ഭയങ്കര ഡെലിക്കസിയാണ്. കിഡ്നി, ലിവർ, അങ്ങനത്തെ കാര്യം. ഇത് മുട്ടയൊക്കെ വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ റൈസ് നൂഡിൽ, ഗ്ലാസ് നൂഡിലിൻ്റെയൊക്കെ കോമ്പിനേഷനിൽ അവരത് തയ്യാറാക്കും.
ബൗളിലാക്കിയിട്ട് അതിൻ്റെ കൂടെ കുറേ ഇലകളെല്ലാം ഇട്ടിട്ട് കുറച്ച് സൂപ്പ് ഒഴിച്ചിട്ട് പോകും. അതാണ് അതിൻ്റെ കോമ്പിനേഷൻ. ഇവിടെ ചിക്കൻ സാറ്റേ സോസ്, ചിക്കൻ ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രസ്റ്റ്, ബിഗ് സ്റ്റൊമക്ക് ചിക്കൻ, ചിക്കൻ ഇൻറ്റസ്റ്റൈൻ എല്ലാം ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ മുഴുവൻ ഫുഡാണ്. ഇവിടെ കംപ്ലീറ്റ് കോംബോ മീൽസ് പല പല കോമ്പിനേഷനിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേതെടുത്താലും 40 ബാട്ടാണ്. ഇത് ഒരു ബിരിയാണി മാതിരി കണ്ടില്ലേ, റൈസ് വിത്ത് ചിക്കൻ, ഇത് ഫ്രൈഡ് റൈസ് പോലെ ആക്കിയിട്ട് വിത്ത് ചിക്കൻ. ദിസ് ഇസ് കോക്കനട്ട് റൈസ്, ചിക്കൻ തായ് 40 കണ്ടോ. ഇത് നൂഡിൽ സത്തായി, ദിസ് ഇസ് ചിക്കൻ കാലി. ഓക്കെ, ഇതിൽ ചിക്കന് പിന്നെ ഇത് വെജിറ്റബിൾസും മുട്ടയും എല്ലാം കൂടെയുള്ള കോമ്പിനേഷൻ എല്ലാം 40. കുറേ കാര്യങ്ങളുണ്ട്. ചിക്കൻ ആയാം, താറു, വാനില കായ, ബ്ലാക്ക് പീ, കാസാങ്, ഹിത്താം, ഉബി, കെലാഡി എന്നൊക്കെ പറയും. ഇതെല്ലാം സ്റ്റീംഡ് സാധനങ്ങളാണ്. സോസേജസ്, പോക്ക്, ഒരുപാട് കോമ്പിനേഷൻസ്. ആൻഡ് ഡംപ്ലിങ്സ്, കളർ ഡംപ്ലിങ്സ് ഉണ്ട്. ഇതെല്ലാം പല പല നോൺ വെജ് സീ ഫുഡ് ഐറ്റംസ് ഒക്കെയാണിത്. എല്ലാം ആവിയിൽ പുഴുങ്ങി വെച്ചിരിക്കുവാണ്. സീവീഡ് കൊണ്ടുള്ള കോമ്പിനേഷൻ. 10 രൂപയാണ് ഈ ഡംപ്ലിങ്ങിന്. ഇത് പച്ച നിറത്തിലും വയലറ്റ് കളറിലും ഉണ്ട്. ഇത് സ്വീറ്റാണ്, മധുരമുള്ളതാണ്. ഇവിടെ ഫിഷ് ബോൾസ്, ഷ്രിംപ് ബോൾസ് ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ചട്ടികളിൽ ഇങ്ങനെ കറികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെന്താ വെച്ചാൽ ഫിഷ് കറീസ്, ബ്രോയിൽ പോർക്ക് റിബ്സ് വിത്ത് ഹണി. ഇത് കുറേ നൂഡിൽ കറി സൂപ്പ്, ചിക്കൻ, സീ ഫുഡ് ആൻഡ് നൂഡിൽ, റൈസ് നൂഡിൽ വിത്ത് സ്പൈസി പോർക്ക് കറി സോസ്. കുറേ കറീസാണ്. ഈ കോമ്പിനേഷൻ വിത്ത് റൈസ് ആൻഡ് നൂഡിൽ അവർ എടുത്തു കൊടുക്കും. അതിൻ്റെ കൂടെ കുറേ വെജിറ്റബിൾസ്, ബീൻ സ്പ്രൗട്ട്സ്, ലൈം എല്ലാം കൂടി ഇട്ടിട്ട് ചില്ലി പേസ്റ്റ് ഒക്കെ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇതൊരു കൗണ്ടർ. ഇനി ഇവിടെ കണ്ട് ഈ ഫുഡ് കോർട്ട്സിൽ നിന്നെല്ലാമുള്ള ഭക്ഷണം എല്ലാം എടുത്ത് കഴിക്കാനായിട്ട് ഒരു കോമൺ പ്ലേസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, ഈ സ്റ്റോൾസിൽ നിന്നെല്ലാം ഫുഡ് വാങ്ങിച്ചു. അതാണ് ഇവിടുത്തെ ഫുഡ് കോർട്ട്. ഇവിടെ ആൾക്കാരെല്ലാം ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ഇവിടെ ഒരു മ്യൂസിക് ലൈവ് നടന്നുകൊണ്ടിരിക്കുന്നു. അത് സ്റ്റേജും ഉണ്ട്. എവറി ഫ്രൈഡേ ടു സൺഡേ. ഇതൊന്നും പോരെങ്കിൽ ടർക്കിഷ് ഫുഡ്, കെബാബ്സ്, അങ്ങനത്തെ ഭക്ഷണവും ഇവിടെ ഉണ്ട്. മിഡിൽ ഈസ്റ്റിൻ്റെ ഒക്കെ സ്പെഷ്യാലിറ്റീസും കിട്ടും ഈ സൈഡിൽ. ഇവിടെ ഒത്തൻറ്റിക് തായ് ഫുഡ് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. ടുംപോമ, ആ പേരുകളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ടുംപോമ, ടും തായ് കേം, ടും ഹോയ് ഡോങ്, ടും തായ് പൂ, ടും പ്ലാറ. കുറേ എല്ലാം 50 രൂപ, 50 ബാട്ട്, 60 ബാട്ട്, 80 ബാട്ട്. അവരുടെ ഒരു വലിയൊരു ബൗളുണ്ട്, അതിനകത്തിട്ടാണ് അവർ മിക്സ് ചെയ്യുന്നത്. കാണുന്നത് തന്നെ നല്ല രസമാണ്. കുറേ സോസുകൾ ഇടുന്നു, കുറേ വെള്ളരിക്ക ഇടുന്നു. വലിയൊരു ബൗള് കണ്ടോ, അതിനകത്തിട്ടാണ് കമ്പൈൻ. ഇത് ഭയങ്കര ഫേമസ് ആണ് തായ്ക്കാരുടെ പപ്പയ സാലഡ്. അപ്പോൾ പപ്പയ സാലഡ്, അതിൻ്റെ കോമ്പിനേഷൻസ് കുറേ സോസസ് അതെല്ലാം കൂടി ഇട്ട് അതിനകത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കുറേ പപ്പയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതേ ചീകി വെച്ചിരിക്കുന്നത് അതെല്ലാം ഇടും. നന്നായിട്ട് നല്ല മൂവ്മെൻ്റ് ഉള്ളൊരു ഐറ്റമാണ് ഇവിടെ ഈ പപ്പയ സാലഡ്. പപ്പയയും ചീകിയ പപ്പയ, ടൊമാറ്റോ, കുറച്ച് എരിവിൻ്റെ കാര്യങ്ങൾ, കുറച്ച് പുളിയുടെ കാര്യങ്ങൾ എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യും. സോസ് 50 ബാട്ടാണ് അവരത്. ഇവിടെ അത് മാത്രമേ ഉള്ളൂ തോന്നുന്നു. ഈ കൗണ്ടറിൽ ഏറ്റവും കൂടുതൽ പോകുന്ന പപ്പയ സാലഡാണ്. ഒരു കാന്താരി മുളക് ഇട്ടു, അതിനകത്തേക്ക് ഇനി പപ്പായ ഇടും. അതിങ്ങനെ ചതയ്ക്കാണ്. പിന്നെ അതിനകത്ത് എന്തൊക്കെ ഇടുന്നു,
യെസ് പീനട്ട്. കപ്പലണ്ടി ഇടുന്നു. ഷ്രിംസ് സാധാരണ ഇടും. ഉണങ്ങിയ ചെമ്മീൻ അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. പിന്നെ കുറച്ച് ഫിഷ് സോസ്, ഫിഷിൻ്റെ സോസ്, നാരങ്ങ ലെമൺ ജ്യൂസ്, പിന്നെ കുറച്ച് നാരങ്ങ പുളിവെള്ളം, ടൊമാറ്റോ പീസസ്, കുറച്ച് പാം ഷുഗർ ഇടും. ഫിഷ് സോസ് ഒഴിക്കുന്നുണ്ട്, വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല, അത് തന്നെ നല്ല ഉപ്പാണ്. പാം ഷുഗർ, കുറച്ച് പാം ഷുഗർ ഇട്ടു. ഇനിയൊരു മിക്സിങ് എല്ലാം കൂടെ. എന്നിട്ട് കുറേ പപ്പായ ചീകി വെച്ചിരിക്കുന്നതാണ്, കുറേ പപ്പായ. കുറേ കപ്പലണ്ടി മേളിലിട്ട് അലങ്കരിച്ചാണ് തരുന്നത്. യെസ്, താങ്ക് യു. 50 baht. ഇതിന് ഒരു കുറവ് മാത്രമേ നമ്മൾ വരുത്തുള്ളൂ. ഷ്രിംപ്സ്, ഉണങ്ങിയ ചെമ്മീൻ വേണ്ടാന്ന് പറഞ്ഞു. വെരി നൈസ്. പുളിയും മധുരവും എരിവും അതാണ് യഥാർത്ഥ തായ് ഫുഡിൻ്റെ ഒരു ഫ്ലേവർ. പുളി, മധുരം, എരിവ് ഒന്നിനൊന്ന് മുന്നിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഈക്വൽ ബ്ലെൻഡാണ്. പക്ഷേ എന്തൊരു സ്വാദറിയോ. പച്ചപ്പപ്പായ ഇത്രയും സ്വാദായിട്ട് കഴിക്കാൻ പറ്റുന്നു തായ്ലൻഡിൽ വന്നു കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കുന്നത്. ബ്യൂട്ടിഫുൾ ടേസ്റ്റ്. ഞാൻ തിരിച്ചു പോകുന്ന വഴിയിലാണ്. തിരിച്ചുള്ള യാത്ര തുടങ്ങിക്കഴിഞ്ഞു. കാറിൻ്റെ ഭാഗത്തേക്ക് പോകാം. കുറേ നടക്കുന്നുണ്ട്, ഒരുപാട് അടുത്തേക്ക് പോകാം. ബ്യൂട്ടിഫുൾ അലങ്കാര വസ്തുക്കളാണ്. ഒരെണ്ണത്തിന് ചെറുതിനാണെങ്കിൽ 69 baht, വലുതാണെങ്കിൽ പല റേറ്റിനുണ്ട്. 200, 299, 199. നല്ല ഭംഗി. ഹാൻഡ് മെയ്ഡ് സൊവിനിയർ ഓഫ് ക്രാബി വാക്കിംഗ് സ്പേസ്. അപ്പോൾ ഫോർച്യൂൺ ട്രീസ് ആണിത്. ഇത് സാധാരണ സാധനമല്ല, ഫോർച്യൂണാണ്. അപ്പോൾ മേടിക്കേണ്ടതാണ്. ഇത് കൊണ്ടുവച്ചാൽ ഭയങ്കര ഫോർച്യൂൺ ഉണ്ടോ. ദാറ്റ്സ് ബിഗ്, സ്മോൾ. ഓക്കെ, ചെറുത് വാങ്ങിക്കാം. ഫോർച്യൂൺ ട്രീ ആണ് ഇത്. വീട്ടിലുണ്ടെങ്കിൽ ഭാഗ്യം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരെണ്ണം മേടിക്കാം അല്ലേ. ഓക്കെ, വൺ. ഇവിടുത്തെ ബ്യൂട്ടിഫുൾ ഒരു ഭംഗിയുള്ള ഒരു ലാമ്പാണ്. റീസൈക്കിൾഡ് ബോട്ടിൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹാൻഡ് മെയ്ഡ്. ഒന്നും കളയുന്നില്ല എന്നുള്ളത്. നോക്കുക, അത് ലൈറ്റപ്പ് ചെയ്യുമ്പോൾ ഉള്ളൊരു ഭംഗി. അതിൻ്റെ വില പക്ഷേ 350. നമ്മൾ കളയുന്ന ഗ്ലാസ്സില്ലേ, അതിനെ റീസൈക്കിൾ ചെയ്ത് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ഒരു ക്രിയേഷനാക്കി മാറ്റിയിരിക്കുകയാണ്. നൈസ്. ഫ്ലവേഴ്സ് മാതിരി ലാമ്പൊക്കെ വെച്ചിട്ട് ഇത് ഇങ്ങനെയാക്കി വയ്ക്കും. അലങ്കാരം. ഇവിടെ രമ്പയില, നമ്മുടെ വീട്ടുമുറ്റത്തുള്ള കാര്യം. രമ്പയില വെച്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് ബൊക്കെ മാതിരി ആക്കുന്നു. ഫ്ലവർ, റോസസ്
ഇതെല്ലാം രമ്പ ഇലയിൽ ഉണ്ടാക്കുന്നതാണ്. ഇത് 10 ബാട്ടിനാണ് അവർ വിൽക്കുന്നത്. ഇത് ഭംഗിയുള്ള കാഴ്ചയാണ്. രമ്പ ഇല വെച്ചിട്ടുള്ള ഫ്ലവേഴ്സ്. എങ്ങനെയാണ് റോസ ഉണ്ടാക്കുന്നത് നോക്കൂ. രമ്പ റോസസ്. അയ്യോ ഭയങ്കര ഭംഗിയല്ലേ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നു? എന്തൊരു ക്രിയേറ്റിവിറ്റിയാണ് ഇത്. ഓ ഭയങ്കര കലാകാരി. എന്തൊരു കലാവിരുതാണ് നമ്മൾ ഈ കാണുന്നത്. ഈ പാൻഡൻ ലീവ്സ് കൊണ്ട് ഇപ്പോൾ നമുക്ക് ചുറ്റും പല വീട്ടമ്മമാരും റോയൽ ഐസിങ് കൊണ്ടും ഇങ്ങനെ ഫോണ്ടാൻ ഐസിങ് കൊണ്ടൊക്കെ റോസാപ്പൂക്കൾ ഉണ്ടാക്കുന്നു. ബട്ടർ ഐസിങ്ങിൽ പല പല റോസസ് ഉണ്ടാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കും. പ്ലസ് പേപ്പർ ഫ്ലവേഴ്സ് ഉണ്ട്. ഏതെല്ലാം മാധ്യമങ്ങളുണ്ടോ അതിലെല്ലാം ഫ്ലവേഴ്സ് ഉണ്ട്. വെജിറ്റബിൾസ് കാർവ് ചെയ്തിട്ട് പൂക്കൾ ഉണ്ടാക്കുന്നു. പക്ഷേ ഇത് ആദ്യമായിട്ട് ഞാൻ കാണുന്ന കാഴ്ചയാണ്. ഈ രമ്പ ഇല കൊണ്ട് ഇത്ര മനോഹരമായ ബൊക്കേസ് റോസാപ്പൂ പോലെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നത്. ഇത് ഇമിറ്റേറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്കൊണ്ട് കഴിവുള്ള ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാവും ഇതെങ്ങനെയാണ് അതിൻ്റെ ട്രേഡെന്ന് ചെയ്യാൻ പറ്റും. നല്ലൊരു ആർട്ട് വർക്ക്. ഐ വിൽ ടേക്ക് 1. ഓക്കെ ശരി. ഓക്കെ യെസ്. ഇത്രയും ചെയ്തതല്ലേ ഒരെണ്ണം മേടിക്കണ്ടേ? 10 ബാറ്റ് വാങ്ങിക്കാം. അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി കാര്യമാണ്. സന്തോഷം. ഓക്കെ താങ്ക് യു. അങ്ങനെ നമ്മളുടെ പാൻഡൻ ലീവ്സ് അഥവാ രമ്പ ഇല കൊണ്ടുള്ള റോസാപ്പൂക്കളുടെ ഒരു ബൊക്കെയുമായി ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നു. നമ്മുടെ നൈറ്റ് മാർക്കറ്റ് വിശേഷങ്ങളെല്ലാം ഇതൊരു നല്ല ആസ്വാദികരമായൊരു രാത്രിയായിരുന്നു. ശരിക്കും ഞാൻ എൻജോയ് ചെയ്തു. നിങ്ങളും എൻജോയ് ചെയ്ത് കാണുന്നത് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലേ? എന്തായാലും രാത്രി വളരെ വൈകി മാർക്കറ്റ് അടയ്ക്കാറായി. ഇനി നമ്മുടെ ഡ്രൈവർ അവിടെ ബഹളം വെച്ച് തുടങ്ങി. നാളെ കാണാം.